ഇവന് ആരോ ഒരാൾ കത്തി കൊണ്ട് കുത്തിയതിന് ശേഷം ഇവൻ്റെ ബോഡിയിൽ ഫുള്ളും ബ്ലഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവളാണെങ്കിൽ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ട് പോകാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ കാറെടുത്ത് അവൾ സ്പീഡിൽ ഓടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവൻ പറയണ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇത് കേസാവും, അതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതിയെന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൾ വേറെ വഴിയൊന്നും ഇല്ലാതെ ഇവർക്ക് പരിചയമുള്ള ഒരാളുടെ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് അയാളുടെ ഡോറ് തട്ടുന്നുണ്ട്. ഡോറ് തട്ടപ്പോൾ അയാൾ ഓപ്പൺ ചെയ്തിട്ട് ആരെങ്കിലും കണ്ടോ നോക്കിയിട്ട് ഇവരകത്ത് കയറ്റുകയാണ്. എന്ത് പറ്റിയെന്നൊക്കെ ഇവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയണം നടന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇവനാണെങ്കിൽ ഇതറിയാമെന്നുള്ളൊരു ഡോക്ടറെ വിളിച്ച് വരുത്തിയിട്ട് അവരെ കൊണ്ട് ഇവന് സ്റ്റിച്ചൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇവന് ഇൻറ്റേർണൽ ഇഞ്ചുറി ഒന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, വേറെ കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് ബ്ലഡ് ലോസ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ബ്ലഡ് ആവശ്യമാണെന്ന് പറയാണ്. ഇവൻ്റെ ബ്ലഡ് ഏത് ഗ്രൂപ്പാണെന്ന് അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എ പോസിറ്റീവ് ആണെന്നെന്തോ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ബ്ലഡ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എന്തായാലും ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ എന്ന് ഇവൾ പറയാണ്. അപ്പോഴേ അങ്ങേര് പറയാണ് അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ ബ്ലഡ് സെയിം ആണ്, അപ്പം ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ അവൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ്റെ കണ്ടീഷൻ ഒരുവിധമൊക്കെ സ്റ്റേബിളായിട്ട് വരുന്നുണ്ട്. ഇവരെല്ലാവരും അവനെ നല്ല രീതിയിൽ നോക്കുകയും കെയർ ചെയ്യുകയൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആ പെൺകുട്ടി അവൻ്റെ കൂടെ തന്നെ ഫുൾ ടൈം ഉണ്ടായിരുന്നു, രാത്രി മുഴുവനും. ഇതുപോലെ ഏതെങ്കിലും ഡ്രാമയുടെ 6 സീൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഡ്രാമയുടെ നെയിമും എപ്പിസോഡ് നമ്പറും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ആ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു.